ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു 2 മാസം മുൻപെടുത്ത വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്യണം എന്ന് ആ സമയങ്ങളൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മുടെ അല്ലുക്കുഞ്ഞിൻ്റെ ദച്ചൂട്ടൻ്റെ ആനിവേഴ്സറി ഡേയുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടെ ഫെബ്രുവരി എങ്ങാണ്ടും എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗാലറി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ദൈവമേ കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ ഈ ഒരു ദിവസത്തെ വീഡിയോയിൽ കിടക്കണം കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അയ്യോ ഈ വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്തില്ലേ എന്ന് ഓർത്തിട്ട് ഇനിയിപ്പം ഏട്ടൻ പറഞ്ഞാലും ഇനിയിപ്പോൾ ഇടേണ്ട എത്ര ലേറ്റ് ആയാലും ഇനിയിപ്പോൾ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു ഒരു മെമ്മറി ആണല്ലോ, കിടന്നോട്ടെ, ഇത്രയും ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചതല്ലേ. പിന്നെ അല്ലുക്കുഞ്ഞിന് വെച്ചിട്ട് ഡാൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവർക്കാണെങ്കിലും പിന്നെയും കാണാനും നമ്മൾ യൂട്യൂബിലിടുമ്പോൾ. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇത് ഇന്ന് തന്നെ ഇട്ടേക്കിന് ഒട്ടും ലേറ്റ് ആവേണ്ടെന്ന് ഓർത്ത് ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്ത് ഫുൾ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ രാവിലെ നമ്മളൊക്കെ റെഡി ആയിട്ട് അല്ലുക്കുഞ്ഞിൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പം പിള്ളേരെ രാവിലെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഇത്തവണത്തെ ആനിവേഴ്സറിയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഞാനും ദച്ചൂട്ടിയും കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് അന്ന് തന്നെ ആ ടൈം തന്നെ ഞാനൊരു റീൽസൊക്കെ ഇട്ടിരുന്നു കേട്ടത്, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ ലോങ് വീഡിയോ ആണ്. അങ്ങനെ അല്ലുക്കുഞ്ഞ് ഇത് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തോ ഒരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു. എല്ലാ തവണ അങ്ങനെ തന്നെയാണ്, അവരെല്ലാ പ്രോഗ്രാമും നല്ല അടിപൊളിയാക്കാറുണ്ട്. അപ്പം താഴെ അല്ലുക്കുഞ്ഞ് പഠിക്കുന്നതിൻ്റെ താഴെ LP സ്കൂളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആനിവേഴ്സറി ഇന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കുക കേട്ടോ അവർ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ അല്ലുക്കുഞ്ഞ് റെഡിയായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവൻ ആ മീശയും താടി വേണ്ട മീശ ലിപ്സ്റ്റിക്കൊക്കെ കിട്ടുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് എത്രയും പെട്ടെന്ന് മാച്ച് കളഞ്ഞ് അത്രയും സന്തോഷം എന്ന് പറഞ്ഞവൻ ഇരിക്കുവാണ്. പിന്നെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തിയേക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് പ്രസംഗവും കാര്യങ്ങളും ഇനാഗുറേഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരത്തേക്ക് തന്നെ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വന്നു, കഴിഞ്ഞ വർഷം ഞാൻ ദച്ചൂട്ടിയും സീറ്റിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലുക്കുഞ്ഞിൻ്റെ ഡാൻസ്. ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേജിൽ കയറുന്നുണ്ട്. ഒരു മോം ഡോട്ടർ ഡാൻസ് പോലെ അങ്ങനെ മറ്റേ KG പിള്ളേരെ വെച്ചിട്ട് അവർ ഡാൻസും കൊണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആ സ്കൂളിരിക്കുന്ന സ്ഥലം തന്നെ, ഒരു അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു മണിക്കൂറോളം എനിക്ക് തോന്നുന്നു ഇനാഗുറേഷൻ്റെ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റായിട്ട് തന്നെ അല്ലുക്കുഞ്ഞിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളും ദീപം തെളിയിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ സിൽവി എന്നാണ് കേട്ടോ. പിന്നെ അല്ലുക്കുഞ്ഞിൻ്റെ ടീച്ചേഴ്സ് കടയൊക്കെ നിൽക്കുന്നുണ്ട്, എനിക്കൊണ്ട് പിള്ളേരുടെ അടുത്തന്നായിട്ട് നിൽക്കുന്നുണ്ട് ടീച്ചേഴ്സ്. അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊന്ന് ഉച്ച വരെ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഉച്ച കഴിയുന്നേരം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം പാരൻസ് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ പക്ഷേ മക്കൾക്ക് ഇത്ര നേരം ഒരുക്കി ഇരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അല്ലുക്കുഞ്ഞാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്കൂളിലായതുകൊണ്ടാണ് കുറച്ചെങ്കിലൊക്കെ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആദ്യം തന്നെ അവർക്ക് കിട്ടിയ സ്കോളർഷിപ്പിനും കാര്യത്തിനൊക്കെ ആയിട്ട് മറ്റേ മെഡലും സർട്ടിഫിക്കറ്റൊക്കെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു കേട്ടോ. മിക്കവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലുക്കുഞ്ഞിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ആ ഒരു ഒരുക്കിയിരുത്തിയ വേഷത്തിൽ തന്നെ വന്ന് ഇടുവാണ്. അതൊക്കെ അല്ലുക്കുഞ്ഞിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കുമ്പം ഓരോരുത്തരും വരും. നമ്മുടെ അല്ലുക്കുഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായാലും നമുക്കൊരു ഇതാണല്ലോ, നമ്മുടെയൊക്കെ സമയത്ത് ഇതുകൊണ്ട് വീഡിയോ എടുക്കാനോ ആ സമയത്ത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ മക്കളുടെ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു രസമാണല്ലോ, കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോഴെങ്കിലും. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്സും ട്രോഫിയും മെഡലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിള്ളേർക്ക് നല്ല ഗെറ്റപ്പിൽ ഒരുങ്ങിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും കളിക്കാനൊക്കെ തുടങ്ങി. നല്ലതായിട്ട് കളിച്ചു, എല്ലാവരും നല്ല എക്സ്പ്രസീവായിട്ട് കുട്ടികൾക്ക് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ അല്ലുക്കുഞ്ഞിൻ്റെ കപ്പിൾ ഡാൻസ് ആണ്. അപ്പോൾ എല്ലാവരും അല്ലുക്കുഞ്ഞിൻ്റെ കപ്പിൾ ഡാൻസ് കണ്ടിട്ട് വാട്ടോ. എൻ്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ തിങ്കട കണ്ണി. കട്ടെടുത്തോ എൻ കിനാവു നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂവിൻ കൊതിപ്പോ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്താനം കാണിച്ചുള്ള ഞാൻ. പന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടകണ്യ. കട്ടെടുത്തോ എൻ കിനാവു നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂവിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്താനം
ചെറ്റട്ടുക്കെ വന്നടുക്കും കൺപറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസ്സമ്മതപ്പോ നിൻ കൊതിച്ചോ തന്നിടുമ്പോൾ കൊണ്ടിടുമ്പോൾ ആ പിന്നാലെ കഥ ചൊല്ലാം ഞാൻ പൊന്നകില് കുന്തിരിക്കും പെണ്ണുകളിൽ നെഞ്ചരിപ്പ് നിന്നഴക് കാത്തിരിക്കും വീടെനിക്ക് സ്വർഗമല്ലേ പൊന്നകില് കുന്തിരിക്കും പെണ്ണുകളിൽ നെഞ്ചരിപ്പ് നിന്നഴക് കാത്തിരിക്കും വീടെനിക്ക് സ്വർഗമല്ലേ നിന്നിടൽ സഞ്ചരിക്കും വീതിയുടെ സ്നേഹപദം കണ്ടെടുത്തിരുന്നു നിന്നിടുന്നു നിന്റെ മുഖം ചില 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 ചെറ്റട്ടുക്കെ വന്നടുക്കും കൺപറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസ്സമ്മതപ്പോ നിൻ കൊതിപ്പോ തന്നിടുമ്പോൾ കൊണ്ടിടുമ്പോൾ ആ പിന്നാലെ കഥ ചൊല്ലാം ഞാൻ ചില 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 സ്റ്റേജ് അടച്ചപ്പോഴും കല്ലുക്കുഞ്ഞ് ആ കുടയും വടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകുമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അവന് ചിരി കുറച്ച് കുറഞ്ഞതൊരു സംശയമുണ്ട്. കാര്യം അവൻ രണ്ടു മാത്രമല്ലേ ഉള്ളൂ. പേരായിട്ട് കുറേ പേരായിട്ട് കളിക്കുമ്പോൾ അവന് ഭയങ്കര ഫുള്ളി എൻജോയ് ചെയ്ത് കളിക്കണം കാണാം. കഴിഞ്ഞ വട്ടമൊക്കെ അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ അവർ രണ്ടു മാത്രമാണ്. അവൻ എന്തോ ഒരു ഇങ്ങനെ ചിരിക്കാൻ അങ്ങനെ ചിരി അങ്ങ് പുറത്തോട്ട് വന്നില്ലായിരുന്നു. എന്നാലും അടിപൊളിയായിട്ട് കളിച്ച് സ്റ്റെപ്പൊന്നും പറക്കാണ്ട് തന്നെ കളിച്ചു കേട്ടോ. പിന്നെ കുറേ ഡാൻസുകൾ പിള്ളേരുടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെയും തെച്ചൂട്ടിൻ്റെയും ഡാൻസ് വന്നത്. ഞാനുണ്ടല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നോക്കിയപ്പം എൻ്റെയും തെച്ചൂട്ടിൻ്റെയും ഡാൻസിൻ്റെ ആ ഒരു യൂട്യൂബ് മോഡിൽ എടുത്ത ക്ലിപ്പ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കയ്യിലുള്ള ക്ലിപ്പ് കളയണ്ടല്ലെന്ന് ഓർത്തിട്ട് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്പായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത ക്ലിപ്പ് എനിക്ക് അറിയത്തില്ല. ഇത്ര ദിവസം ആയതുകൊണ്ട് ആവും എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡാൻസും കൂടെ പോയിട്ട് കണ്ടിട്ട് വാട്ടോ.
എൻ്റെ തെച്ചുട്ടിയുടെ ഡാൻസും കൂടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അല്ലുക്കുഞ്ഞിൻ്റെ ഒരു ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പാട്ടോ.
അങ്ങനെ ഇത്രയായിരുന്നു കേട്ടോ അല്ലുകുഞ്ഞിൻ്റെയൊക്കെ ഡാൻസ് പെർഫോമൻസ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ ബാക്കി LP സ്കൂളിലെ പിള്ളേരുടെ ഇനി കുറച്ച് പ്രോഗ്രാംസും കൂടെ മിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പുറകിൽ സൈഡിൽ വന്നിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അല്ലുകുഞ്ഞിൻ്റെ ഫ്രണ്ട്സും തെച്ചൂട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ആരും നോക്കിയിട്ട് കമ്പനിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ അല്ലുകുഞ്ഞിൻ്റെ പുറകെ ഓടുവാണ്. അവൻ എവിടെയാണ് മൈൻഡ് ചെയ്യുന്നത്? അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ തന്നെ അവൻ്റെ ഫ്രണ്ട്സോട്ട് ഓടി കളിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ തെച്ചൂട്ടിക്കും കൂട്ട് കിട്ടിയത്. അല്ലുകുഞ്ഞ് ഇടയ്ക്കൊക്കെ ഇതുപോലെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പം മിക്കപ്പോഴും അല്ലുകുഞ്ഞ് ഈ ഒരു ക്രോക്സിൻ്റെ ആ ഒരു ഷൂസ് ഇടുമ്പോൾ എപ്പോഴും വീഴും. അല്ലാണ്ട് വീഴും, വേറൊന്നുമല്ല. അവൻ്റെ കാലാണെങ്കിൽ ഉണ്ടല്ലോ മറ്റേ ഫ്ലാറ്റ് ഫൂട്ടാണ്. തെച്ചൂട്ടിക്ക് അങ്ങനെ അടിയിൽ ഇങ്ങനെ നമുക്ക് കാലിൻ്റെ അടിയിലൊരു വളവില്ല ചെറുത്, അത് രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് ഓടുമ്പോഴൊക്കെ മെയിനായിട്ട് എപ്പോഴും ഇങ്ങനെ കൂടുതലും വീഴാറുണ്ടല്ലോ. കുഞ്ഞ് എപ്പോഴും ചുമ്മാ ഓടിയിട്ട് വീഴും കേട്ടോ. അത് തന്നെയാണ് പണി. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കുഞ്ഞിലെ മുതൽ അവൻ അങ്ങനെ കാലിൻ്റെ ഒരു അടിഭാഗം അങ്ങനെ ആണ് കേട്ടോ. പക്ഷേ ഇതുപോലെ കിടന്ന് വട്ടമൊക്കെ ഓടി കഴിഞ്ഞപ്പോഴേക്കും അല്ലുകുഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഛർദ്ദിച്ചിട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഛർദ്ദിച്ചായിരുന്നു. കാര്യം ഓട്ടമല്ലേ ഈ വെയിലത്ത്. അങ്ങനെ ഒരാൾ ഛർദ്ദിച്ചപ്പോൾ പിന്നെ ബാക്കി രണ്ടുപേരും മാറി നിന്ന് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ പിന്നെ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ അങ്ങ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. തെച്ചൂട്ടിൻ്റെ ഇടയിൽ കൂടെ എങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്, ഞാനും ഇട്ടേ മാറിയിരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ നമ്മുടെ ഫ്രണ്ട് കൂടെയാണല്ലോ ഓടുന്നത്. പിന്നെ അമ്മച്ചിയുണ്ട്, പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായതുകൊണ്ട് പിന്നെ പേടിക്കണ്ട, പുറത്തോട്ടൊന്നും പോകില്ല. അവരെങ്ങോട്ട് പോലും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു സെൻറ്ററിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ കരാട്ടയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിള്ളേരുടെ, LP സ്കൂൾ പിള്ളേരുടെ. അത് ഏട്ടയെ പോയി കുറേ നേരം കണ്ടു. ഞാൻ പോയില്ല, ഞാൻ പുറത്ത് തന്നെ പിള്ളേരുടെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. ഈ ഒരു സ്കൂളിൽ ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്രയധികം പ്രോഗ്രാംസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പല്ലുക്കുഞ്ഞ് ഇപ്പം UKG ആണ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ജോയിൻ ചെയ്യുന്നതും താഴത്തെ LP സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ തെച്ചൂട്ടി മുകളിൽ തന്നെ ആയിരിക്കും. PKG എന്ന് വെച്ചാൽ LKG UKG അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക കേട്ടോ. ഇതാകുമ്പോൾ എനിക്കിപ്പം വീടിനടുത്താണ് നമുക്ക് ഈ സ്കൂളിൽ പിന്നെ കൊണ്ടാക്കാനും എനിക്ക് തിരിച്ച് ജോലി കഴിഞ്ഞ് കൊണ്ടുവരാനൊക്കെ എല്ലാം എളുപ്പമാണ്. ഇവിടെ ആകുമ്പോഴേക്കും റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു 2 മിനിറ്റ് ഉള്ളൂ കൊണ്ടാക്കാനായിട്ട്. അവിടെ നിന്ന് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി, അത്രയൊക്കെ തന്നെ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത്ര അടുത്തായതൊരു സൗകര്യമാണല്ലോ. അങ്ങനെ പിള്ളേരുടെ ഒരു കരാട്ടെ കളിയൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടില്ല, ഇപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് എല്ലാ ക്ലിപ്സും കാണുന്നത്. ഏട്ടയാണ് പോയെന്ന് കണ്ടത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഡാൻസ് ക്ലാസ് ആണെങ്കിലും വേറെ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം എന്നിട്ട് അവിടെ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊന്നും മാത്രമല്ല കേട്ടോ, കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ കുറേയൊന്നും കവർ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കുറേ നേരം ഇവരുടെ പുറകെ ആയിരുന്നല്ലോ. അങ്ങനെ കുറേയൊന്നും ഡാൻസ് ഒന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അല്ലുകുഞ്ഞിനും തെച്ചൂട്ടും ഡാൻസ് മാത്രമാണ് ശരിക്കും കവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാ കുട്ടികൾക്കും ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സെക്ഷനാണ്. അല്ലുകുഞ്ഞിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഓടുന്നുണ്ട്. ആദ്യം കുറച്ച് ഷൈ ആയിട്ട് ഓടി വന്നത്, ആദ്യം കൊടുത്തപ്പോൾ ഇപ്പോഴത്തെ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഓടിയൊക്കെ വന്നു. പിന്നെ തെച്ചൂട്ടിക്കും ഉണ്ടായിരുന്നു. തെച്ചൂട്ടിക്ക് പിന്നെ എന്താ കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്കും കൊടുത്തു. അപ്പോൾ എന്തായാലും ഈ ഒരു ആനിവേഴ്സറി വീഡിയോ ഞാനിങ്ങനെ ഗാലറിയിൽ കിടന്നപ്പോൾ അങ്ങനെ കളയേണ്ടെന്ന് ഓർത്ത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.